നിരപരാധിത്വം ആ CI മാഡത്തിന് ബോധ്യായി. നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ആരും ഒരിക്കൽ കെണിയായിരുന്നു ആ മോഷണക്കഥ. എന്നുവെച്ച് ഉണ്ടായ നാണക്കേട് മാറില്ലല്ലോ. ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അടക്കം വരുന്നവരും പോകുന്നവരും ഒക്കെ ആഭരണ കള്ളിയുടെ ചേച്ചിയെ കാണാൻ ക്യൂ നിൽക്കുകയായിരുന്നു ഇവിടെ. എല്ലാവരുടെ മുന്നിലും കാഴ്ച വസ്തുവിനെ പോലെ ഞാനും. നിനക്കിതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഗൗരി? ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ അറിഞ്ഞുകൊണ്ട് വല്ല തെറ്റും ചെയ്തതാണോ? ഏതോ ദ്രോഹി ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പഠിച്ചു? സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നിന് ചാടി പുറപ്പെടുമ്പോ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമെന്ന്. സ്വന്തം ഇഷ്ടത്തിന് ഞാൻ എന്ത് ചെയ്തു എന്നാ ചേച്ചി പറയുന്നേ? അതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരണോ? ചെയ്ത നിനക്കറിയായിരിക്കുമല്ലോ. എനിക്കിങ്ങനെയൊക്കെ വന്നു പോയതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരെയും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സുഖമില്ലാതിരുന്ന എന്നെയും കൊണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നടി നീ ജീവിച്ചത്? ഓരോന്ന് കേട്ടിട്ട് എന്റെ തൊലി പൊളിഞ്ഞു. കണ്ട തേർഡ് ക്ലാസ്സുകാരുടെ വീട്ടിൽ അന്തി ഉറങ്ങി, ലോട്ടറി വിറ്റും ചായക്കടയിൽ ഗ്ലാസ് കഴുകിയും ഇത്ര പോലും നാണമില്ലാതെ പോയല്ലോ ഗൗരി നിനക്ക്. ഇതിലും ഭേദം എന്നെയും കൊണ്ട് തെരുവ് തോറും നടന്ന് ഭിക്ഷ എടുത്തുകൂടായിരുന്നു നിനക്ക്. ചേച്ചി, എന്റെ ചേച്ചി തന്നെയാണോ ഈ പറയുന്നത്? ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ചേച്ചിയുടെ നവീൻ ഇങ്ങനെ തന്നെ കേൾക്കണോ എനിക്ക്? ഞാൻ പറയുന്നതിൽ എന്താടി തെറ്റ്? അംബികാന്റിയുടെ വീട്ടിലെ നമുക്ക് എന്തായിരുന്നു കുഴപ്പം? കുറുക്ക് വഴിയിൽ പണക്കാരിയാവാൻ നീ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതല്ലേ ഇവിടെന്ന്? ഉത്തേഴ്ത്ത് നമ്മൾ സുഖമായിട്ട് കഴിഞ്ഞെന്നോ? ചേച്ചിയോട് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞെന്ന്? അംബികാന്റി വന്നിരുന്നോ ഇവിടെ? അതോ വിനയേട്ടനോ? സത്യം പറ, ഇവരിൽ ആരാ ഇവിടെ വന്നത്? ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. ഇപ്പൊ നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് പോലും അവര് വിചാരിച്ചതുകൊണ്ടാ. എന്നിട്ട് അവരെ കുറിച്ച് എന്തൊക്കെ നുണകളാ നീ എന്നോട് പറഞ്ഞു പിടിപ്പിച്ചത്? അതും ഒരു കാര്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി. മതി ചേച്ചി, മതി. ഇനി ഇതുപോലൊന്നും കേൾക്കാൻ ശക്തിയില്ല എനിക്ക്. പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രിയും പകലും ഉറക്കം ഒളിച്ചിരുന്നപ്പോഴും എന്റെ മനസ്സിൽ ചേച്ചിയുടെയും മോളുടെയും കാര്യമായിരുന്നു. ഒടുവിൽ ആരുടെയൊക്കെ സഹായം കൊണ്ട് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്തേക്ക്. എന്നെ കാണുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിനക്ക് വല്ലതും പറ്റിയോ ഗൗരി എന്ന് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു. അങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ സങ്കടമില്ലായിരുന്നു. പക്ഷെ ഞാൻ അടുത്തില്ലായിരുന്നു ഇത്രയും സമയം കൊണ്ട്. ചേച്ചിയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ധാരണകളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റിയെടുത്തല്ലോ. സന്തോഷമായി, സന്തോഷമായി എനിക്ക്. ഗൗരിയെ ചേച്ചി നന്നായി മനസ്സിലാക്കിയല്ലോ. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. ചായ. ബെന്നിച്ചൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റെന്ന് തോന്നുന്നു. സൂസമ്മ ചായയും കൊണ്ട് പോകുന്നത് കണ്ടു. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു പോയത്. കുറച്ച് യാത്ര ഉണ്ടായിരുന്നു. എന്നാലും എവിടാ എന്നതാണെങ്കിലും നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു മോനെ? ഞാൻ എവിടെ ആയാലും എന്താ, അമ്മച്ചിയെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിങ്ങ് പോരില്ലേ. ഓവേ, അങ്ങനെ കൊതി തോന്നുമ്പോ മുട്ടായും പലഹാരമായിട്ട് വരാൻ ഇവിടെ ബോർഡിംഗ് സ്കൂളിൽ നിർത്തിയേക്കൊന്നും അല്ല. നിനക്ക് സൗകര്യമുള്ളപ്പോ വന്ന് മുറിയെടുക്കാൻ ഇത് ലോഡ്ജോ സത്രമോ ഒന്നും അല്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കുകയില്ല. അപ്പോ ഞാൻ എങ്ങോട്ടും പോവാതെ സ്ഥിരമായി ഇവിടെ നിൽക്കണമെന്നാണോ അപ്പച്ചൻ പറയുന്നത്? അയ്യോ,
അങ്ങനെയുള്ള അതിമോഹമൊന്നും എനിക്കില്ലേ. ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി വന്ന് ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കെടുത്തരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇവൻ ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സമാധാനക്കേടാ ഉണ്ടാവുന്നത്. അല്ലേ പിന്നെ ഇവിടെ അങ്ങ് ഭയങ്കര മനസ്സമാധാനമല്ലേ? ആഹാ, മോന്റെ തലവട്ടം കണ്ടപ്പോഴേക്കും അന്നക്കൊച്ചിന്റെ നാവിന് എല്ലും മുളച്ചല്ലോ. വന്ന ഉടനെ വിളക്ക് വെച്ച് സ്വീകരിക്കാൻ മോൻ കളക്ടർ ഉദ്യോഗം കഴിഞ്ഞിട്ട് വരുമൊന്നുമല്ല. കണ്ട ഗുജറാത്തിക്കാരന്റെ ലോഡും വണ്ടി ഉരുട്ടുക. ആ കബീർ സാഹിബിന്റെ ഗോഡൌണിൽ നിന്ന് ലോഡും കൊണ്ട് പോക്കാം മോന്റെ പണി. അപ്പനെ മാനം കെടുത്താൻ പുന്നാരമോ കണ്ടുപിടിച്ചേക്കുന്ന പുതിയ തൊഴില്. ഞാൻ ലോഡും കൊണ്ടുപോകുന്നത് അപ്പനെ മാനം കെടുത്താനാണെന്ന് ആരാ പറഞ്ഞത്? ജീവിക്കാൻ എനിക്കും വേണ്ട ഒരു തൊഴിൽ. കബീർ സാഹിബിനെ ചെന്ന് കണ്ടപ്പോ ഒരു തൊഴിൽ കിട്ടി. അതിന് മാന്യമായ ശമ്പളവും കിട്ടുന്നുണ്ട്. ഓ പിന്നെ ഇയാൾക്ക് പണി തരാൻ ആ പരട്ട സാഹിബ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്ന പണിയാച്ചാ. അല്ലേ നമ്മളുമായിട്ട് ശത്രുതയുള്ളവന്റെ കൂട്ടത്തിൽ ചെന്ന് ചേരും ഇയാള്. പൂക്കാടൻ പൗലോസിന്റെ മോനെ എന്റെ ഗോഡൌണിലെ ഡ്രൈവർ പണിക്കാരനാണെന്ന് പറഞ്ഞ് നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ആ പരട്ട സാഹിബ്. പറയാൻ എനിക്കൊരു ഡ്രൈവർ പണിയെങ്കിലും ഉണ്ടല്ലോ അനിയ. ഇത്രയും കാലം അപ്പന്റെ വാലിൽ തൂങ്ങി നടന്നതല്ലാതെ പേരെടുത്ത് പറയാൻ നിനക്കൊരു ജോലി ഉണ്ടോ ബെന്നിച്ച? പിന്നെ ക്ലബിൽ പോയുള്ള കള്ളുകുടിയും തല്ലുകൂടലും ഒരു തൊഴിലായിട്ട് അംഗീകരിക്കുവാണെങ്കിൽ നിനക്ക് പേടിക്കാനില്ല. നീയും ഒരു തൊഴിലുകാരൻ തന്നെയാണ്. കണ്ടില്ലേ അച്ഛാ, വന്ന് കേറിയ ഉടനെ ഇയാള് നമ്മുടെ നെഞ്ചത്തെ കുഴിവെട്ടി കളിക്കുന്നത്. ചാച്ചനെങ്ങനെ മിണ്ടാതിരുന്നോ? ഒടുക്കേ ഇയാള് നമ്മളെല്ലാം മൂടോടെ പിഴുതുകൊണ്ട് പോകും. ആ, നീ പറഞ്ഞത് ശരിയാ ബെന്നിച്ച. മൂടോടെ പിഴുതോണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ ആരെയാണ് പിഴുതോണ്ട് പോകുന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സംശയം. എന്നതാ ഇയാൾ അങ്ങനെ പറഞ്ഞത്? ദേ ഒരുമാതിരി കൊത്തും കോളും വെച്ച് സംസാരിച്ചാണ്ടല്ലോ. ബെന്നിച്ച, നീ ഒന്ന് അടങ്ങടാ. വന്ന് കയറിയില്ല, അതിനു മുമ്പ് നീ അവന്റെ തല എടുക്കാൻ ചെല്ലുവാണോ? നീ ഇഞ്ഞു പോര് സണ്ണിച്ച. ചാച്ചനിത് എന്നാ പരിപാടി കാണിക്കുന്നേ? അമ്മച്ചിയെ ചിരിച്ചു മാക്കി അവൻ കയ്യിലെടുത്തിരിക്കുന്നതേ മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ. ദേ ചാച്ചൻ അമ്മച്ചിയെ പറഞ്ഞ് നിയന്ത്രിച്ചില്ലെങ്കിലേ അമ്മച്ചിയുടെ പേരിൽ കിടക്കുന്ന സ്വത്തുക്കളെല്ലാം ഇരു ചെവി അറിയാതെ അവൻ കീശയിലാക്കും. അതിനു വേണ്ടി തന്നെയാ അവൻ അമ്മച്ചിയെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ ഈ കേറി ഇറങ്ങി നടക്കുന്നത്. നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കല്ലേടാ ബെന്നിയെ. പൗലോസ് ഈ പൂമുഖത്ത് ഇങ്ങനെ പച്ച ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം അന്നപ്പെണ്ണ ആ പാഴ്ബുദ്ധിക്ക് നിൽക്കുകയല്ല. പിന്നെ ഞാനൊന്നും മിണ്ടായിരിക്കുന്നോണ്ട് കണ്ണടച്ച് പാൽ കുടിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. അതിപ്പതേ അവനായാലും ശരി, നീ ആയാലും ശരി, എനിക്കതേ പറയാനുള്ളൂ. സുന്ദരമാമൻ എന്താ താമസിച്ചേ? കാണാഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് ഫുഡ് വാങ്ങാൻ ഇറങ്ങായിരുന്നു. എന്താ സുന്ദരമാമ, എന്താ വല്ലാതിരിക്കുന്നേ? അത് പിന്നെ ഒന്നുമില്ല മോളെ. മോള് മുറിയിലോട്ട് പൊക്കോ, കഴിക്കാൻ എന്തെങ്കിലും ഞാൻ മേടിച്ചോണ്ടുവരാം. അതെന്താ, വാങ്ങാൻ മറന്നുപോയോ? ഓരോന്നാലോചിച്ച് ഞാനിങ്ങ് പോന്നു. ഇപ്പൊ മോള് പറഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം ഓർത്തത് തന്നെ. എന്തോ കാര്യമായി പ്രശ്നമുണ്ടല്ലോ. എന്തു പറ്റി സുന്ദരമാമ? മണ്ടക്കാട് ഭജനത്തിന് പോയി ഇക്കാമിച്ച് വരാത്തതുകൊണ്ടാണോ? ഹേയ്, അതൊന്നുമല്ല മോളെ. ഒരു കണക്കിന് പറഞ്ഞ അവള് വരാഞ്ഞത് നന്നായി. ഇക്കാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. എന്തു പറ്റി? രാത്രി ഒരു 1:30 മണിയായി കാണും. പട്ടിയുടെ കൊരയും ബോളും കേട്ടാ ഞാൻ ഉറക്കണീറ്റത്. ചെന്ന് നോക്കുമ്പം മുറ്റത്ത് കിടന്ന തട്ടിന്റെ വണ്ടി ആരോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നു. പോരാത്തതിന് വീടിന്റെ ജനലും വാതിലും ഒക്കെ ആരോ ചവിട്ടി പൊളിച്ചിരിക്കുന്നു. ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എന്ത് കാട്ടാനാ മോളെ? അവര് ഒരു 5-8-10 പേരുണ്ടായിരുന്നു. ചീത്തവിളിയും ബഹളവുമായി ഒരരങ്ങായിരുന്നു. പേടിച്ചു പറിച്ച് ദൈവത്തിനെയും വിളിച്ച് ഞാനൊരു മൂലയിലിരുന്ന് നേരം വിളിപ്പിക്കുകയായിരുന്നു. ആരാ അവര്? നമ്മുടെ വീട്ടിൽ കയറുമെന്ന് അക്രമം കാണിക്കാൻ മാത്രം ഈ കമ്മയുടെ ആർക്കാ ഇത്ര ശത്രുത? ശത്രുത ഇക്കാവിനോട് എന്നോടൊന്നും അല്ല മോളെ. അവര് വന്നത് നിന്നെയും ചേച്ചിയും ലക്ഷ്യമിട്ട് തന്നെയാ. നിങ്ങളെ അവിടെ താമസിപ്പിച്ചതിന്റെ വൈരാഗ്യം തീർത്തതാ. ഇനി ആ വീടും വണ്ടിയൊക്കെ പഴയതുപോലെ ഒന്ന് ആക്കിയെടുക്കണമെങ്കിൽ രൂപ എത്ര ചെലവാ മോളെ? പാവം, അവള് നെഞ്ചുപൊട്ടി ഉണ്ടാക്കിയ വകയല്ലേ.
വന്ന് കാണുമ്പം അവളുടെ ചങ്ക് കത്തിപ്പോവും. അവരാരെന്ന് വല്ലതും പറഞ്ഞു സുന്ദരമാമ? ഞാൻ പറഞ്ഞില്ലേ മോളെ, പേടിച്ചു വരച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയതേയില്ല. ഇനി നിങ്ങളെ അവിടെ കണ്ട വീടടക്കം കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്മാർ പോയത്. ഗതിയില്ലാത്ത 2 കുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും? പിന്നെ മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഇക്കാവുന്ന വന്നോട്ടെ, നമുക്ക് ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം. മോള് എന്തായാലും ഇറങ്ങിയതല്ലേ, ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ടാ, ഞാൻ ചേച്ചിയുടെ അടുത്തുണ്ടാവും. ഇല്ലെന്നേ, ഞാൻ പറഞ്ഞത് ചാച്ചൻ അത്ര കാര്യമായിട്ട് എടുത്ത മട്ടില്ല വക്കീലെ. വക്കീല് ചാച്ചനെ വിളിച്ചിരുന്നോ? ആഹാ, എന്നാ പരിപാടി അത്? കൊള്ളാം. നാളെ എന്ന് പറഞ്ഞിരുന്ന് ഇതിപ്പോ നീളെ പോയുള്ളൂ. ഒന്ന് ഉഷാറാവന്റെ വക്കീലെ. അതോ ഇനി അതിനും വേറെ ഫീസ് വേണോ? എന്നാ കൊള്ളാം. ശരി. അതെന്നാ പോക്കാടാ വന്നിച്ച, നമ്മളെന്നൊരു മൈൻഡ് ഇല്ലാതെ. അതോ നിന്റെ ചാച്ചന്റെ കൂടെ നിൽക്കുമ്പോഴേ നിനക്ക് നമ്മളെയൊക്കെ കണ്ടുപിടിക്കത്തുള്ളൂ? ഇയാളോട് കൊച്ചു വർത്താനം പറയാനും കിന്നരിക്കാനൊന്നും എനിക്ക് തീരെ സമയമില്ല, താല്പര്യവും. പിന്നെ ചാച്ചന്റെ കൂടെ നിൽക്കുന്നത് അതെന്റെ ഇഷ്ടാ. അതിന് ഇയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ നഷ്ടമില്ലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റൂടാ പിന്നെ? നീ ചാച്ചന്റെ വലങ്കയായി കൂടിയ പിന്നെ എനിക്ക് നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നത് തന്നെ അതുകൊണ്ടല്ലേ അനിയ? അത് ഞാൻ ചാച്ചന്റെ കൂടെ കൂടിയിട്ടല്ലോ, സ്വന്തം അപ്പനെതിരെ നാട്ടുകാരെ കൂട്ടി സമരത്തിനിറങ്ങിയിട്ടല്ലേ. നാട്ടുകാരുടെ മുന്നിൽ വലിയ മിടുക്കനാവാൻ നോക്കിയതിന്റെ ഗുണം. അപ്പൊ ചാച്ചനായിട്ട് തല്ലി ഇറക്കി. അതിന് ഞാൻ എന്നെ പഴിച്ചോന്നാ? ബെന്നിയെ, നീ അങ്ങനെ അങ്ങ് പുണ്യാളനാവല്ലേടാ അനിയ. അപ്പച്ചനെ മണിയടിച്ച് നീ കൂടെ കൂടിയത് അങ്ങേരുള്ള സ്നേഹം മൂത്തൊന്നുമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതെനിക്കും അറിയാം, നിനക്കും അറിയാം, അല്ലേ ബെന്നിച്ച? അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞത് അനാവശ്യമാണേൽ പിന്നെ സ്വന്തം അപ്പന്റെ പേരിൽ ലൈസൻസ് ഉള്ള കള്ളുഷാപ്പിൽ നീ എന്നാത്തിനാടാ വിഷക്കള്ള് വിറ്റത്? അപ്പനെ കേസി കുടുക്കി അകത്താക്കിയ പിന്നെ പൂക്കാടൻ തറവാടിന്റെ മുഴുവൻ അവകാശങ്ങളും നിന്റെ പക്കലാവുമല്ലോ. പിന്നെ ബെന്നി പൂക്കാടനെ കണ്ണുമടച്ചങ്ങനെ വിലസി നടക്കാമല്ലോ എന്ന് നീ അങ്ങ് വ്യാമോഹിച്ചു. പക്ഷേ നിന്റെ കഷ്ടകാലത്തിന് അപ്പനെതിരെ സമരം ചെയ്ത ഈ മുടിയനായ പുത്രൻ ആ സത്യം കണ്ടുപിടിച്ചു. അത് ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോ എന്നെ കൊല്ലാൻ നീ വാടകയ്ക്ക് ആളെ ഇറക്കി. ആ കഥയൊക്കെ അനിയനങ്ങ് മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം മറന്നതായി നടിക്കുന്നതോ? സത്യത്തിൽ നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പൂക്കാടൻ പൗലോസ് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടും വീടും വിട്ടു പോയത്. അല്ലാതെ എന്റെ മോൻ വിചാരിക്കുന്ന പോലെ നിന്നെയോ നിന്റെ അപ്പനെയോ പേടിച്ചിട്ടൊന്നുമല്ല. അതെ, നീ പേടിക്കണ്ടേ. ഇവിടെ ആരുടെയും മുമ്പിൽ ഞാൻ ഈ പഴങ്കഥകളുടെ കെട്ടൊന്നും അഴിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നീ സേഫാ. പക്ഷേ പഴയതുപോലെ ഈ സണ്ണിച്ചൻ നാട് വിട്ടു പോകാനൊന്നും പോകുന്നില്ല. നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. കളിക്കുമ്പോ ഇത്തിരി റിസ്ക് ഉള്ള കളി കളിക്കുന്നതല്ലേ അനിയ രസം. അങ്ങനെ പൊരുത്തി നേടുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവൂ, അല്ലേടാ?
ഏയ് ഇതെവിടെ പോന്നു? ചേച്ചി കണ്ടോ? ചേച്ചിയോ? ആരുടെ ചേച്ചി? എന്റെ ചേച്ചിയെ കാണുന്നില്ല. ഒരു സ്ത്രീ പുറത്തേക്ക് പോകുന്ന ഞാൻ കണ്ടു. ചേച്ചി സിസ്റ്റർ, സിസ്റ്റർ, എന്താ? എന്റെ മോൾ എവിടെ ഉണ്ടോന്ന് നോക്കൂ. കുഞ്ഞിവിടെ ഉണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. ഹലോ, എന്താ ഭായികുറി? ശങ്കർ, എന്റെ ചേച്ചിയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അവരിപ്പോ എവിടെ പോവാൻ? അറിയില്ല ശങ്കർ, ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതായിരുന്നു. ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ചേച്ചിയെ കാണുന്നില്ല. ഡോറും തുറന്നു കിടപ്പുണ്ടായിരുന്നു. താൻ അവിടെയൊക്കെ നോക്കിയായിരുന്നോ? എല്ലായിടത്തും നോക്കി. ആരോ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകുന്നത് കണ്ടെന്ന് അറ്റൻഡർ പറയുകയും ചെയ്തു. അയ്യോ, അപ്പൊ കുഞ്ഞ്? മോള് സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചേച്ചി... താൻ വിഷമിക്കണ്ട ഗൗരി. ഞാനൊരു കാര്യം ചെയ്യാം. ആ CA സന്ധ്യ മാഡത്തിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവരെ വിളിച്ച് വിവരം പറയാം. അവരെല്ലായിടത്തും ഇൻഫോം ചെയ്തോളും. ചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ലെന്നേ. താൻ സമാധാനമായിട്ടിരിക്കുക. ചേച്ചി എവിടെ ഉണ്ടെങ്കിലും പോലീസ് കണ്ടെത്തിക്കോളും. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ അങ്ങോട്ട് വരാം.